ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മോട്ടോറോളയുടെ മോട്ടോ എഡ്ജ് 50 എന്ന് പറഞ്ഞ ഫോണാണ്. നമ്മളിത് നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് ഒരു 20,000 22,000 ആ റേഞ്ചിലൊക്കെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഫോൺ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് അറിയാം 8GB RAM 256GB വേരിയൻ്റ് ആണത്. നമുക്ക് പിന്നെ 7 Gen 1 ആക്സിലറേറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞ പ്രൊസറാണ്. പ്രൊസർ നോക്കുകയാണെങ്കിൽ വലിയ എന്താ പറയുക പെർഫോമൻസോ ഗെയിമിങ്ങിനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഈ പ്രൈസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പ്രൊസർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം IP68 ആണ്. അതുപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉള്ളത് നിലത്തോടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാണ്. ഇതിൻ്റെ ബാക്ക് ഇത് ഗ്രേ കളറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നോർമലി വരെ എല്ലാത്തിനും നമുക്കൊരു വീഗൻ ലെതർ അല്ല വരിക. ബാക്ക് ഇത് വീഗൻ ലെതർ അല്ല കേട്ടോ. ഇതൊരു എന്താ പറയുക, ഇത് പോളികാർബണേറ്റും അല്ല, ലെതറും അല്ല, അങ്ങനത്തെ ഒരു ഫിനിഷ്, റബ്ബറി ഫിനിഷ് വരുന്ന സംഭവം. അതുകൊണ്ട് തന്നെ ഗ്രിപ്പ് നല്ലത് കിട്ടുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അത് മാത്രമല്ല നമുക്കിത് കർവാണ് ഫുള്ളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ഒക്കെ കിട്ടില്ലുണ്ടോ, രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 ദിവസമായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻ്റ് കാര്യം പറയണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫാസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാം. ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്, നല്ല ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഇത് ഈ കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല പിടിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് ബോക്സിൽ തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക കേസ് വരുന്നുണ്ട്. അത് പക്ഷേ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. അതും മാത്രമല്ല, അത് ഭയങ്കര പെട്ടെന്ന് തന്നെ അത് സ്ക്രാച്ച് ഔട്ടാ. ഞാൻ ബോക്സുകളിലൊക്കെ കാണിച്ചു തരാം. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു കേസൊക്കെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 200 രൂപയ്ക്കൊക്കെ നമുക്ക് ട്രാൻസ്പാരൻ്റ് കേസ് കിട്ടും. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഇതിനൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇതിൽ നമുക്ക് എഡ്ജ് 50 പ്രോയിലാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേമേ സ്ക്രീൻ കാർഡ് അവർ തന്നെ ഒട്ടിച്ച് വരുന്നുണ്ട്. ഇതുമ്മ പക്ഷേ നമുക്കതില്ല കേട്ടോ. അപ്പോൾ അത് ഇതിന് കർവ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് പാടാണ്, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഇതിനിപ്പോൾ ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് ഒക്കെ വന്നു കിട്ടാം. അപ്ഡേറ്റ് കുറച്ച് സ്ലോ ആണ്. നമ്മുടെ പിക്സലിൻ്റെ പോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവാൻ ഭയങ്കര സമയം എടുക്കുന്നുണ്ട്. മോട്ടോറോളയിലും സെയിം പോലെ തന്നെയാണ് പിക്സലിലും. പിന്നെ പക്ഷേ കറക്റ്റായിട്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ പറയട്ടെ. അപ്പോൾ നല്ല സ്മൂത്ത്നെസ് ആണ്. വലിയ നോർമലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക പെർഫോമൻസ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഗെയിമിംഗ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ക്യാമറ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇനീഷ്യലൊരു ഇത് വരും. അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ക്യാമറ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ പിക്സ് എടുത്ത് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ എൻഡിൽ ലാസ്റ്റിൽ കൊടുക്കാം. ഫുൾ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കിട്ടും. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം, പിന്നെ നമുക്ക് ഈ ടെലിഫോട്ടോ ലെൻസറൊക്കെ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് അറിയിക്കുമ്പോൾ മോട്ടോ 60 ഇപ്പോൾ ഇറങ്ങാറായിട്ടുണ്ട്. ഫ്യൂഷൻ ഓൾറെഡി ഇറങ്ങിയല്ലോ. അപ്പോൾ ഇതിൻ്റെ നോർമൽ എഡ്ജ് 60 ഇനിയിപ്പോൾ റീസെൻ്റ് തന്നെ ഇറങ്ങും. എഡ്ജ് 60 പ്രോ ഇറങ്ങും. എഡ്ജ് 60നെ കുറിച്ച് ഇതുവരെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുമോ അതോ ഇനി ഇറങ്ങുന്നില്ലേ എന്ന് പറയാൻ പറ്റില്ല. എഡ്ജ് 60 പ്രോനെ കുറിച്ച് ഓൾറെഡി ഇപ്പോൾ ഒരു ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇൻസ്റ്റാൾ ചെയ്താകെ ആമസോണും അതുപോലെ തന്നെ പിന്നെന്താ ആമസോൺ മാത്രമേ ഞാൻ സെപ്പറേറ്റ് വേറെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഇതിലുണ്ടായിരുന്നു തന്നെയാണ് കേട്ടോ. ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. എന്താ പറയുക, പിന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഗാലറി ആപ്പ് ഇതിലില്ല. നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഗൂഗിളിൻ്റെ ഗാലറി ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ വെതർ ആപ്പ് എന്നിട്ട് നമ്മൾ 2-3 സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ കാണാനൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ലോഡിങ് ടൈം ഒന്നും നോക്കണ്ട, ചെറിയൊരു ലാഗ് ഉണ്ട്. നമ്മളെന്തായാലും എന്താ പറയുക, നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റിൻ്റെയോ Gen 2ൻ്റെയോ Gen 3ൻ്റെ ഒന്നും പെർഫോമൻസിൽ കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കതിൽ 120 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് HD ഡിസ്പ്ലേ ആണ്, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. OLED ആണ്, പ്ലാസ്റ്റിക് OLED ആണ്. OLED നോർമൽ AMOLED അല്ല, പ്ലാസ്റ്റിക്. മോട്ടോറോള എല്ലാ ഫോണുകൾക്കും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക സെറ്റിങ്സിൽ പോയിട്ട് അവരുടെ ഉണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെയാണ് കേട്ടോ. എൻ്റെ ആക്ച്വലി ആദ്യത്തെ മോട്ടോറോളയാണ് ഞാൻ മോട്ടോറോള ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സിസ്റ്റം അപ്ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ചെക്ക് ഫോർ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ പുതിയ അപ്ഡേറ്റ് ഒന്നും ഇല്ല. എവരിത്തിങ് ലിക്വിഡ് ആൻഡ്രോയിഡ് 15 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. സെക്യൂരിറ്റി പാച്ച് വന്നിരിക്കുന്നത് ഫെബ്രുവരിയിലേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലല്ലോ, അത് ഓൾറെഡി ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ ഭയങ്കര ഷോക്കായിരുന്നു. എന്ന് വെച്ചാൽ അപ്ഡേറ്റ്സ് ഒന്നും തീരെ പുഷ് ചെയ്യാറില്ല. കിട്ടാൻ കുറച്ച് നല്ല ടൈം എടുക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ പക്ഷേ ഞാനിത് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ അപ്ഡേറ്റും കിട്ടിയിട്ട്, അപ്പോൾ എന്തായാലും ഫെബ്രുവരിയിലത്തെ മാർച്ച് അപ്ഡേറ്റിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത മാസം ആകുമ്പോഴേക്കും ഈ മാർച്ചിലത്തെ വരുമായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അത് വലിയ പ്രീമിയം ഫോൺ സെഗ്മെൻറ്റ് ഒന്നുമല്ലോ, ബഡ്ജറ്റ് കാറ്റഗറി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാംസങ്ങിലായാലും അങ്ങനെ തന്നെയാണ്, 2 മാസത്തിലാണല്ലോ സാധനം വരിക. അപ്പോൾ ഇതാണ് അവരുടെ ബോക്സ് പറഞ്ഞേക്കുന്നത്. ഉണ്ട്, നമുക്ക് ഫുൾ പേപ്പർ പാക്കേജിങ് ബോക്സ് ആണ്. നമുക്കിതിൽ ഇൻബിൽഡായിട്ട് 68 വാട്ടിൻ്റെ ചാർജറും അതുപോലെ തന്നെ Type C to Type C കേബിളും വരുന്നുണ്ട്, ഒരു കേസും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡീൽ എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഇപ്പോഴത്തെ 60 സീരീസിലൊക്കെ അവർ കേസും സ്ക്രീൻ കാർഡും എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഈ കേസാണ് ഇപ്പോൾ താഴ്ത്തി ഇതാണ് ആ കേസ് കേട്ടോ. ഇത് വലിയ കാര്യമായിട്ടുള്ള കേസല്ല, പക്ഷെ എന്തായാലും ഫ്രീ കിട്ടുന്നത് നോർമൽ ട്രാൻസ്പാരൻറ്റ് സിലിക്കോൺ കേസായിട്ടും ഭേദാന്ന് മാത്രം. പക്ഷേ ഇതിട്ട വലിയ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടില്ലാറുണ്ട്. സൈഡിന്
പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് സ്ക്രാച്ചിന് രക്ഷപ്പെടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് രണ്ട് ബുക്ക്ലെറ്റ് വരുന്നുണ്ട്, ഒരു മാനുവലും ഒരു വാറണ്ടിയുടെ സംഭവമായിട്ടുള്ള ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ, ഇത് നമ്മൾ നമ്മുടെ സൈഡിലത്തെ ആ ഹോൾസിലൊക്കെ അടയ്ക്കാനുള്ളതാണ്. എന്താ വെച്ചാൽ നമ്മൾ UV സ്ക്രീൻ ഗാർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഗ്ലൂവിനുള്ളിൽ കയറും, ബോർഡ് അടിച്ചു പോകും. അതാണ് മിക്ക ബ്രാൻഡുകളും ഇപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ബോക്സിൽ വരുന്ന സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 50. അപ്പോൾ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ ഇറങ്ങിയാൽ നമുക്ക് അറിയില്ല, ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. എനിക്ക് പുതിയതിറങ്ങാൻ പോകുന്നതിലും അവർ ഈ സ്നാപ്ഡ്രാഗൺ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. 60 സീരീസിൽ അവർ മിക്കതും ഡയമൻസിറ്റി, ഈ റേഞ്ചിലത്തെ ഡയമൻസിറ്റി തന്നെ കൊണ്ടുവയ്ക്കും, മാത്രമേ ഉള്ളൂ, വലിയ ഡിഫറൻസ് വരാൻ പോകുന്നില്ല. ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രൈസ് റേഞ്ചിൽ നല്ല സാധനം തന്നെ കേട്ടോ. പിന്നെ നല്ല ക്യുക്കാണ് കണ്ടു, ഇതിപ്പോൾ ഞാൻ അൺലോക്കാണ്, ഫേസ് അൺലോക്കൊക്കെ നല്ല ക്യുക്കാണ് നോക്കിക്കോളൂ, അല്ല നല്ല ക്യുക്കാണ്, അതൊക്കെ നല്ല രസമാണ്. പിന്നെ സാധനം ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ, അതെനിക്കാണ് ഇഷ്ടപ്പെട്ടത്. ഈ കർവ് സ്ക്രീനുള്ള ഗുണമാണ്. പിന്നെ ഭയങ്കര തിന്നാണ്, ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഓവറോൾ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന നല്ല സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. ഇതിൽ എന്താ പറയുക, ആഡും സംഭവമൊന്നും ഇല്ല. നിങ്ങളിപ്പോൾ റെഡ്മിയും വിവോ ഒപ്പം ഈ റേഞ്ചിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിറച്ച ആഡായിരിക്കും, അവരുടെ പ്രീമിയം സെഗ്മെന്റിൽ തന്നെ ആഡാണ്. അപ്പോൾ അതുകൊണ്ട് വൺ ഓഫ് ദി ബെറ്റർ ഡീൽ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത